10 വർഷം കേരളത്തിലൊരു ഏകാധിപതിയെ പോലെ ഭരിക്കുകയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത പിണറായി വിജയൻ എന്ന വിജയൻ്റെ വിദേശയാത്രകൾ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു. അത് വലിയ വിവാദമായിരിക്കുകയാണ്. അത് വിവാദമാകാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിൻ്റെ ഒരു നടപടിയാണ്. അതാണ് ആദ്യത്തെ കാരണം. അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി UDF സർക്കാരാണല്ലോ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ, എൻ്റെ സുഹൃത്തു കൂടിയാണ് ശ്രീമാൻ MT തോമസ്, UDF സർക്കാരിനോട് വിജയൻ്റെ വിദേശയാത്രകളെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ചോദിച്ചു. വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിജയൻ ഏതാണ്ട് 30 വിദേശയാത്രകൾ നടത്തിയെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ 30 വിദേശയാത്രകൾ നടത്തിയെന്നും ഏതാണ്ട് 17 രാജ്യങ്ങളിലേക്ക് പോയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കറിയാം. അത് സംബന്ധിച്ചിട്ടാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ MT തോമസ്, അതേപോലെ കേരളയിൽ വിരുദ്ധ സമരത്തിലൊക്കെ വളരെ സജീവമായി ഇടപെട്ട ആളാണ്. ഈ നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ തന്നെ വലിയ സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീമാൻ MT തോമസ്. അദ്ദേഹം UDF സർക്കാർ വന്നപ്പോൾ UDF സർക്കാരിനോട് വിജയൻ്റെ ഈ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ വെച്ച് വിശദമായ വിവരാവകാശം ചോദ്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായി വിജയൻ ചവറ്റുകുട്ടയിലേക്ക് എടുത്തെറിയപ്പെട്ട സാഹചര്യത്തിലും UDF സർക്കാരാണ് ഇരിക്കുന്നത് എന്നുള്ള സാഹചര്യത്തിലും സ്വാഭാവികമായും ആ വിദേശയാത്രകൾ സംബന്ധിച്ചിട്ടുള്ള പരമാവധി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള പരമാവധി വിവരങ്ങൾ കിട്ടും എന്ന് എൻ്റെ സുഹൃത്ത് ശ്രീമാൻ MT തോമസ് പ്രതീക്ഷിച്ചു. സ്വാഭാവികമാണല്ലോ, കാരണം സർക്കാർ മാറിയല്ലോ, പിണറായി വിജയനെ എടുത്തെറിയുകയും ചെയ്തല്ലോ ജനങ്ങൾ. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, UDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിലും എൻ്റെ സുഹൃത്ത് ശ്രീമാൻ MT തോമസ് ചോദിച്ച വിവരാവകാശ ചോദ്യങ്ങളിൽ 30 വിദേശയാത്രകളാണ് പിണറായി വിജയൻ നടത്തിയത് എന്ന് നമുക്കറിയാമെങ്കിലും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ 8 വിദേശയാത്രകളുടെ കണക്കുകൾ മാത്രമാണ് ശ്രീമാൻ MT തോമസിന് നൽകിയത്. അതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം 30 വിദേശയാത്രകൾ നടത്തി അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ഇതാണ്, എൻ്റെ കയ്യിലുണ്ട് ആ ചോദ്യങ്ങൾ, വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി 30 യാത്രയുടെ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമല്ലോ. പക്ഷേ സർക്കാർ മാറി വന്നിട്ടും പിണറായി വിജയൻ കുടിയൊഴിഞ്ഞ് പിണറായിയിലേക്ക് പാണ്ഡ്യാലമുക്കിലെ വീട്ടിലേക്ക് പോയിട്ടും ഈ പിണറായി വിജയൻ പ്രഭൃതികളുടെ ചില ഘടകങ്ങൾ, ചില ഭാഗങ്ങൾ ഈ VD സതീശൻ ഗവൺമെൻറ്റിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. 30 യാത്രകളുടെ വിശദാംശങ്ങൾ ചോദിച്ചിട്ട് 8 യാത്രകളുടെ വിശദാംശങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ സുഹൃത്തുക്കളെ. എന്തായാലും വളരെ ആർജവമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീമാൻ MT തോമസ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വിശദമായി അപ്പലേറ്റ് അതോറിറ്റിക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കണം. ബാക്കിയുള്ളത് മുഴുവൻ കിട്ടുമോ എന്ന് നമ്മൾ നോക്കണം. കിട്ടിയില്ലെങ്കിൽ VD സതീശൻ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും അതിനകത്ത് അതിൻ്റെ ചങ്കലിലും കരളിലും റദ്ദാക്കപ്പെട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ആ വിവരങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതിനകത്തേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷേ നമ്മൾ വളരെ സുസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഈ 8 യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ കിട്ടിയത്. ആ വിശദാംശങ്ങളിലും ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകും. അതിൽ 8 എന്ന് പറയുന്നതിൽ ഒരു യാത്ര UAE-യിലേക്കായിരുന്നു, ഒരു യാത്ര UK-യിലേക്കായിരുന്നു, ഒരു യാത്ര ജപ്പാനിലേക്കായിരുന്നു. അതാണ് 3 യാത്ര. ബാക്കിയുള്ള 5 യാത്രകളും അമേരിക്കയിലേക്കായിരുന്നു. 5 യാത്രകൾ. അതിൽ ഏറ്റവും ദുരൂഹമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിജയൻ ഭാര്യാസമേതനായി 24/4/22 മുതൽ 8/5/22 വരെ നടത്തിയ ഒരു അമേരിക്കൻ്റെ യാത്രയുണ്ട്. ആ യാത്രയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അഴിച്ച് അദ്ദേഹം സർക്കാരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്, റീംബേഴ്സ് ചെയ്തിരിക്കുന്നത് 13,97,663 രൂപയാണ്. അദ്ദേഹത്തിന്
13,96,768 അത്രയും തന്നെ തുക 13,97,668 രൂപ 63 രൂപ ഭാര്യയ്ക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 26 ലക്ഷം രൂപ. അതായത് 8 യാത്ര നടത്തിയത് ഏതാണ്ട് 74,59,374 രൂപയാണ്. അതിൽ 26 ലക്ഷം രൂപയും ഈ ഒരൊറ്റ വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ USA നടത്തിയ ഒരേ ഒരു യാത്രയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ വാങ്ങിയ തുകയാണ്. ഇതിനുള്ള ദുരൂഹത നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുകളിൽ അമേരിക്കയിലേക്ക് 14/1/2022 മുതൽ 27/1/2022 വരെ വിജയനും ഭാര്യയും പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റീംബേഴ്സ് ചെയ്തതിനെ കുറിച്ചിട്ട് പറയുന്നത് അത് 9,339,000 രൂപയുള്ളൂ. 9,39,231 രൂപ വെച്ച് രണ്ടുപേരും കൂടെ 18 ലക്ഷം രൂപ. എന്നാൽ 24/4/22 മുതൽ 8/5/22 വരെ അമേരിക്കയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് 13 ലക്ഷത്തി 14 ലക്ഷം രൂപയോളമാണ്. തൊട്ട് മുമ്പ് ഉള്ളത് 9 ലക്ഷം, പിന്നീടുള്ളത് 14 ലക്ഷം. ഇത് വളരെ ദുരൂഹതയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരേ രാജ്യത്തേക്ക് പോകുന്നു, പക്ഷേ വിമാനയാത്ര കൂലി സർക്കാരിൽ നിന്ന് ഈടാക്കിയത് റീംബേഴ്സ് ചെയ്തത് ഒന്ന് 9 ലക്ഷവും ഒന്ന് 14 ലക്ഷവും, 5 ലക്ഷം രൂപയുടെ വ്യത്യാസം. അതൊരു വലിയ ദുരൂഹത. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിലേക്കുള്ള വിമാനയാത്രാ കൂലി പരമാവധി മുന്തിയ ക്ലാസ്സിലിരുന്നാൽ പോലും ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് പോവില്ല എന്നാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് പോകാത്ത ഒരു വിമാനയാത്ര കൂലിക്ക് പകരം വിജയനും ഭാര്യയും ഒരു തവണ നടത്തിയ വിമാനയാത്രയ്ക്ക് വാങ്ങിയിരിക്കുന്നത് 9,39,000 രൂപ വീതവും മറ്റൊരു വിമാനയാത്രയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് 13,97,000 രൂപയും. ഇതൊരു വലിയ ഒരു ദുരൂഹതയല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ വിമാനയാത്ര കൂലിക്ക് ഉപരിയായി യാത്രാക്കൂലി ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിജയനും ഭാര്യയും തിരിച്ചടക്കണ്ടേ സുഹൃത്തുക്കളെ? ഒരു യാത്രയ്ക്ക് 18 ലക്ഷം രൂപ, മറ്റൊരു യാത്രയ്ക്ക് 26 ലക്ഷം രൂപ. ഒരു 1.5 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഓരോ യാത്രയ്ക്കും ഒരു 3 ലക്ഷം വീതം, അല്ലെങ്കിൽ 3 ലക്ഷം അല്ല 6 ലക്ഷം വീതം ഒക്കെ ചിലവഴിക്കേണ്ടി വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെങ്കിൽ പോലും അത്രയും ചിലവഴിക്കേണ്ടി വരും. ആ 6 ലക്ഷം രൂപയ്ക്ക് പകരം 18ഉം 26ഉം 36 തൊട്ട് 44 ലക്ഷം രൂപ, ഏതാണ്ട് 6 ലക്ഷം രൂപ വാങ്ങുന്നതിന് പകരം വിജയനും ഭാര്യയും കൂടി 2 തവണ നടത്തിയ യാത്രയിൽ 6 ലക്ഷത്തിന് പകരം 44 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് ഈടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് തിരിച്ചു പിടിക്കണ്ടേ? ഇത് തിരിച്ചു പിടിക്കേണ്ടതാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. വിജയനും ഭാര്യയും ഇത്രയും ഏതാണ്ടൊരു 44 ലക്ഷത്തിൽ 6 ലക്ഷവും കഴിഞ്ഞിട്ട് 38 ലക്ഷം രൂപ സർക്കാരിന് ഇതിലൂടെ തിരിച്ചടക്കണ്ടേ? അടയ്ക്കണം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്നിരിക്കുന്ന വിവരാവകാശ മറുപടിയിൽ 2 കോളങ്ങളുണ്ട്. ഒന്ന് എമൗണ്ട് റീംബേഴ്സ്ഡ് ആസ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ചാർജ്, അതാണിപ്പോൾ ഞാൻ വായിച്ചത്. തൊട്ടപ്പുറത്തൊരു കോളം കിടപ്പുണ്ട്, അത് എമൗണ്ട് റീംബേഴ്സ്ഡ് ആസ് അക്കമഡേഷൻ ചാർജ്, 2 രൂപയിലാണ്. എമൗണ്ട് റീംബേഴ്സ്ഡ് ആസ് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നുള്ളത് എല്ലാം കൂടെ ചേർത്താൽ 79,59,374 രൂപ വരും. പക്ഷേ എമൗണ്ട് റീംബേഴ്സ്ഡ് ആസ് അക്കമഡേഷൻ ചാർജ് എന്നുള്ളത് ഈ 8 യാത്രയിലും 0 കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താമസച്ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൈസയും ഗവൺമെൻറ്റിൽ നിന്ന് അവർ തിരിച്ചു വാങ്ങിയിട്ടില്ല, അവർ റീംബേഴ്സ് ചെയ്തിട്ടില്ല. അവർ ഗവൺമെൻറ്റിനോട് ഈ താമസത്തിൻ്റെ ചെലവ് ചോദിച്ചിട്ടില്ല എന്നർത്ഥം. കാരണം അവർക്ക് ചിലവായിരുന്നെങ്കിൽ അവർ തിരിച്ചു വാങ്ങിക്കുമല്ലോ. അതാണല്ലോ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ചിലവായ പണം റീംബേഴ്സ് ചെയ്തിരിക്കുന്നത് 74 ലക്ഷം രൂപ. പക്ഷേ ഈ 8 യാത്രയ്ക്കും അവരുടെ താമസ ചെലവ് 0. അതുകൊണ്ട് ഒരു പൈസയും അവർ ഈടാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. എന്താ കാരണം? വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ താമസം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എംബസിയുടെ വണ്ടികളിലാണെന്ന് വെച്ചാൽ യാത്ര നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ താമസത്തിനും ഭക്ഷണത്തിനും വലിയ തുക ചിലവാകും എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കളെ? അതിൽ ചിലതൊക്കെ 1-2 ദിവസമൊക്കെ, ചിലത് 16/5 മുതൽ 17/5 വരെ ഒരു യാത്ര. മനസ്സിലായില്ലേ? ഒരു യാത്ര 24/4 മുതൽ 8/5 വരെ. അപ്പം ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് താമസത്തിനും ഭക്ഷണത്തിനുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കില്ലേ സുഹൃത്തുക്കൾ?
യാത്ര നമ്മൾ മാറ്റി വെക്കാം, ഭക്ഷണത്തിനും താമസത്തിനും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കില്ലേ? എന്നാൽ വിജയൻ നടത്തിയിട്ടുള്ള 8 വിദേശ യാത്രകളിൽ ഭക്ഷണത്തിനും താമസത്തിനും ഒരു നയാ പൈസ പോലും സർക്കാരിൽ നിന്ന് അദ്ദേഹം റീഇംബേഴ്സ് ചെയ്തിട്ടില്ല, മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം എന്താ? അവിടെ ചെലവിലുണ്ടായില്ല എന്നുള്ളത് കൊണ്ടല്ലല്ലോ. അവിടെ ചെന്നാൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ താമസിക്കുന്ന ഒരു പ്രകൃതക്കാരനാണോ പിണറായി വിജയൻ? അല്ലെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. കാരണം സാബു ജേക്കബ്, കിറ്റക്സിൻ്റെ ഷാബു ജേക്കബ് പറഞ്ഞാണ്, പാരീസിലോ മറ്റോ എവിടെയോ ചെന്നപ്പോൾ ദിവസം 7 ലക്ഷം രൂപ ചിലവാകുന്ന ഹോട്ടൽ മുറിയിൽ ഇയാൾ താമസിച്ചു എന്നുള്ളത് സാബു ജേക്കബ് തന്നെ നമ്മളോട് പുറത്ത് പറഞ്ഞില്ല. അപ്പം ഇയാൾ വിജയൻ പുറത്ത് ചെന്നാൽ തീവ്ര സമ്പന്നമായിട്ടുള്ള താമസ സൗകര്യങ്ങളും ഭക്ഷണമൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ ഇനത്തിൽ ഒരു നയാ പൈസ പോലും ഈടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലവുണ്ടാകാതിരുന്നിട്ടല്ലോ, ചിലവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ ചിലവ് ആരൊക്കെയോ ആ ചിലവ് വിജയന് വേണ്ടി ചെയ്തു. വിജയൻ ഈ 8 യാത്ര നടത്തിയപ്പോഴും, ജപ്പാനിലേക്ക് നടത്തിയപ്പോഴും, UK നടത്തിയപ്പോഴും, UAE നടത്തിയപ്പോഴും, USA നടത്തിയപ്പോഴും അവിടെ ചെന്ന് വിജയൻ്റെ താമസ സൗകര്യം, ഭക്ഷണത്തിൻ്റെ ചിലവൊക്കെ ആരോ എടുത്തു, ആരോ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു. ആ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നമുക്കറിയില്ല. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഏതാണ്ട് 74 ലക്ഷം രൂപ നമുക്ക് മനസ്സിലായി. പക്ഷേ താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ചിലവ് എത്രയാണെന്ന് നമുക്കറിയില്ല എന്ന് മാത്രമല്ല, അതാരാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എത്രയാണ് ചിലവെന്നുള്ളത് അറിയണം എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അതാരാണ് വിജയന് വേണ്ടി ആ ചിലവെടുത്തത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമുക്കറിയാനുള്ള ബാധ്യതയുണ്ട്. കാരണം എന്താ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയൻ ഒരു സാധാരണക്കാരനല്ല. അയാൾ CPM-ൻ്റെ ഒരു നേതാവാണെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അയാൾ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. വിജയൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. വിജയനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കാൻ. അപ്പോൾ ആ വിജയൻ വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ എത്ര പണം ചെലവഴിച്ചു? അതുകൊണ്ടാണല്ലോ MT തോമസ് വിവരാവകാശം ചോദിച്ചത്. എത്ര പണം ചെലവഴിച്ചു എന്നുള്ളതും അതാരാണ് ചെലവഴിച്ചത് എന്നുള്ളതും അറിയാനുള്ള ബാധ്യത പൊതുജനങ്ങൾക്കുണ്ട്. അത് വിജയൻ ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അതാരെങ്കിലും നിശ്ചിത താല്പര്യക്കാരോ സ്വാർത്ഥ താല്പര്യക്കാരോ ഒക്കെ വിജയന് വേണ്ടി ചെലവഴിച്ചതാവാനാണ് സാധ്യത എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിജയൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. കാരണം ചുമ്മാ അവിടെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ സ്വാർത്ഥ താല്പര്യക്കാരൻ നിശ്ചിത താല്പര്യക്കാരൻ ചെലവഴിക്കില്ലല്ലോ. അതൊരു ക്വിഡ് പ്രോക്കോ ആയിരിക്കുമല്ലോ. വിജയൻ്റെ ഭക്ഷണവും താമസത്തിൻ്റെയൊക്കെ ചിലവ് നിക്ഷിപ്ത താല്പര്യക്കാരും സ്വാർത്ഥ താല്പര്യക്കാരും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടണമല്ലോ, എന്നാലേ അവരത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചോദിക്കാനുള്ള ചോദ്യം, എത്ര ലക്ഷം രൂപ ഈ വിജയൻ്റെ വിദേശയാത്രയുടെ താമസത്തിനും ഭക്ഷണത്തിനും ചിലവായി? 1. 2, അതാരാണ് ചെലവഴിച്ചത്? 2. 3, ആ ചെലവഴിച്ചെങ്കിൽ അവർക്ക് വേണ്ടി നയങ്ങളിൽ വിജയൻ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഈ 3 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വിജയൻ ബാധ്യസ്ഥനാണ്. വിജയൻ ചെലവഴിച്ച പണം എത്രയാണ്, ആരാണ് ചെലവഴിച്ചത്, അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ VD സതീശൻ സർക്കാരും ബാധ്യസ്ഥരാണ്. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് ഒക്കെ ഞാനും കടക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.